ക്രിസ്തുവിൻ്റെ വഴിയെ എല്ലാ ഇന്ത്യക്കാരും നീങ്ങുക. നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതിയുടെയും ശ്രദ്ധേയമായ ക്രിസ്തുമസ് ആശംസ വന്നിരിക്കുന്നു. ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എന്നും എല്ലാ ഇന്ത്യക്കാർക്കും എന്ന മഹത്തായ സന്ദേശം നൽകുകയാണ് രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് മഹനീയമായ വ്യക്തിത്വങ്ങൾ. ഇവിടെ അനുസ്മരിക്കേണ്ടത് ഈ ക്രിസ്മസ് ദിനത്തിൽ പഴയ വീഡിയോകളും പുതിയ വീഡിയോ ശകലങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നരേന്ദ്രമോദിക്കെതിരെ വാദമുന്നയിക്കുന്ന ദുഷ്ടലാക്കുകളെയാണ്. UP രാജ്ഭവനിൽ ക്രിസ്തുമസ് അവധിയില്ല എന്ന് ചിലർ ഭൂതക്കണ്ണാടി വഴി കണ്ടെത്തി. UPയിൽ നിന്നും വലിയ ഉത്സവ ദിനമാണ്. മഹാനായ വാജ്പേയിയുടെ 101ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് അവിടെ. ക്രിസ്തുമസ് പ്രമാണിച്ച് ജന്മദിനാഘോഷം മാറ്റിവെക്കാതിരുന്നതിനെയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തിൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിലിരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രസിഡന്റും നയം വ്യക്തമാക്കി കഴിഞ്ഞു. ക്രിസ്തുമസ് ആശംസ നേർന്നു കഴിഞ്ഞു. അതും ശ്രദ്ധേയമായ ആശംസകൾ. ആദ്യം പ്രധാനമന്ത്രിയുടെ ആശംസ നോക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഐക്യം ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും സമാധാനവും കാരുണ്യവും പ്രത്യാശയും നിറഞ്ഞ സന്തോഷകരമായ ക്രിസ്തുമസ് ആശംസിക്കുന്നു എന്ന് നരേന്ദ്രമോദി തൻ്റെ ആശംസയിൽ വ്യക്തമാക്കി. പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയ ക്രിസ്തുമസ് ആശംസ ഇങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ പിന്തുടരാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി മുർമുവിൻ്റെ ക്രിസ്തുമസ് സന്ദേശം. ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക. ഇങ്ങനെ മനോഹരമായ ക്രിസ്മസ് സന്ദേശം ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും മുൻപ് നൽകിയിട്ടില്ല. എല്ലാ ഇന്ത്യക്കാരോടും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരണമെന്ന് പ്രധാനമന്ത്രിയും പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെയും ക്രിസ്മസിൻ്റെയും സന്ദേശം രാജ്യം മുഴുവനാക്കിയിരിക്കുകയാണ് മോദിയും മുർമുവും. അതേസമയം ഒരു ഇസ്ലാമിക ആഘോഷത്തിന് ഇത്തരത്തിൽ മുഹമ്മദിൻ്റെയോ ഖുറാൻ്റെയോ പാത പിന്തുടരാൻ ഇവർ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. അവിടെയാണ് വ്യത്യാസവും വ്യത്യസ്തതയും. മറ്റു മതക്കാരായ രാഷ്ട്രപതിയും മോദിയും യേശുക്രിസ്തുവിനെ പിന്തുടരാനും ഐക്യമുള്ള സമൂഹം ഉണ്ടാക്കാനും ആഹ്വാനം ചെയ്യുമ്പോൾ അവരിലെ മതത്തിനപ്പുറം രാജ്യം ഐക്യത്തിൽ പോകണം എന്ന ആഗ്രഹമാണ് വരുന്നത്. എന്തൊക്കെ വീഡിയോയും ഫോട്ടോഷോപ്പും ഉണ്ടാക്കിയാലും ഇത് തന്നെയാണ് BJPയുടെയും ഇന്ത്യ ഭരിക്കുന്നവരുടെയും നയം. ഇതിനപ്പുറം ഇന്ത്യക്കും BJPക്കും ഒരു നയവുമില്ല. മോദിയുടെയും BJPയുടെയും ക്രിസ്മസ് സമീപനവും അവസാനമായും അന്തിമമായും ഇത് തന്നെയാണ്. ഹിന്ദുക്കളായിട്ടും അവർ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ പാണക്കാട്ട് തങ്ങൾക്കും ലീഗിൻ്റെ നേതാക്കൾക്കും ഒവൈസിക്കും ഗ്രാൻഡ് മുഫ്തിക്കും ഒക്കെ ഇങ്ങനെ ഒരു സന്ദേശം നൽകാനാകുമോ? ക്രിസ്തുമസ് ആചരിക്കുന്നതും ഓണം ആഘോഷിക്കുന്നതും പാടില്ല എന്ന് കർശനമായി പറയുന്നവരാണ് ഇപ്പോൾ മോദിയുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് നിറം കുറവാണ് എന്ന് കുറ്റം പറയുന്നത് എന്നും അടിവരയിട്ട് നമ്മളിവിടെ ഓർക്കണം. വ്യാഴാഴ്ച പ്രസിഡന്റ് ദ്രൗപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേർന്നു. ക്രിസ്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾക്ക് പ്രത്യേക ആശംസകൾ നേർന്നു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാനവികതയ്ക്കുള്ള സേവനത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ശാശ്വത സന്ദേശം എടുത്തു കാണിച്ചു. എക്സിൽ അതായത് പഴയ ട്വിറ്റർ എക്സിൽ പങ്കിട്ട ഒരു ക്രിസ്മസ് സന്ദേശത്തിൽ പ്രസിഡന്റ് ഈ ഉത്സവത്തെ സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഉത്സവമായി വിശേഷിപ്പിച്ചു. മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ത്യാഗത്തെയും ഇത് അനുസ്മരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ നയിക്കുന്ന യേശുക്രിസ്തു പ്രഘോഷിച്ച അടിസ്ഥാന മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ക്രിസ്തുമസ് പ്രവർത്തിക്കുന്നത് എന്നവർ പറഞ്ഞു. ഈ ശുഭകരമായ ക്രിസ്മസിൻ്റെ വേളയിൽ എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഉത്സവമായ ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം നൽകുന്നു. മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി കർത്താവായ യേശുക്രിസ്തു ചെയ്ത ത്യാഗത്തെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിൽ സമാധാനം, ഐക്യം, സമത്വം, സേവനം ഇവയുടെ മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പുണ്യ സന്ദർഭം നമ്മെ പ്രചോദിപ്പിക്കുന്നു. യേശുക്രിസ്തു കാണിച്ച പാത പിന്തുടരാനും ദയയും പരസ്പര ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിക്കാനും നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം എന്നാണ് പ്രസിഡന്റ് എക്സിൽ എഴുതിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.